ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. 18 മഹാതത്വപ്പടിമേൽ യോഗമാർന്നിടും പന്തളേശ്വരാ നൽകൂ നെയ്യഭിഷേക സുദർശനം. പന്തളേശ്വരാ നൽകൂ നെയ്യഭിഷേക സുദർശനം. നമസ്കാരം പ്രിയമുള്ളവരെ. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ ആസ്പദമാക്കിയുള്ള ഇന്നത്തെ നമ്മുടെ ചർച്ചാ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. പ്രിയമുള്ളവരെ, ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടുമായിട്ട് സ്വാമിയുടെ നാമമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന പവിത്രമായ സന്ദർഭമാണിത്. ഇപ്പോഴേക്കും മണ്ഡലപൂജ കഴിഞ്ഞു. ഇനി ഉടനെ തന്നെ മകരവിളക്കിന് വേണ്ടിയിട്ട് നട തുറക്കുകയായി. ജനുവരി മാസം 14-ാം തീയതി അന്നാണ് മകരവിളക്ക്. ഓരോ ഭക്തനും തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പവിത്രമായിരിക്കുന്ന അനുഭവത്തിൻ്റെ സന്മുഹൂർത്തമാണ് അന്ന് സന്ധ്യാസമയത്ത് അവിടെ ശബരിമല ദേവസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, ഇപ്പോൾ ഭാരതത്തിന് വെളിയിൽ നിന്നും ആയിരം ഭക്തജനങ്ങൾ, പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും ഭക്തജനങ്ങൾ മകരവിളക്ക് തൊഴുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നു. വൃശ്ചിക മാസം നട തുറക്കുന്നത് മുതൽ നിരന്തരമായിട്ട് ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് അവിടെ. ഓരോ വർഷവും ഇത് വർദ്ധിച്ചുകൊണ്ടേ വരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും നന്നായി അറിയും. ശബരിമല ദേവസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഈ ഭക്തജന പ്രവാഹം കണ്ട് അനിഷ്ടം വളരെയേറെ അസഹനീയമായി വർദ്ധിച്ചു പോയ ചില തൽപരകക്ഷികൾ ഒരുമിച്ച് ചേർന്നിട്ട് ശബരിമലയെക്കുറിച്ച് പല പ്രകാരത്തിലുള്ള അധിക്ഷേപങ്ങൾ പുറപ്പെടുവിച്ചു. അവിടെ വനിതമാരെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് വ്യാജമായിട്ട്, കള്ളമായിട്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തി. എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ വലുതായിട്ടുള്ള അതിക്രമങ്ങൾ ഭക്തജനങ്ങളുടെ നേരെ നടത്തുകയുമുണ്ടായി. അവിടെ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങളെ വഴിയിൽ തടഞ്ഞും, പമ്പയിൽ തടഞ്ഞും, സന്നിധാനത്ത് തടഞ്ഞും, ഭഗവാന്റെ ദർശനം നടത്താൻ അനുവദിക്കാതെ ലാത്തിച്ചാർജ് നടത്തിയും ഒക്കെ പല പ്രകാരത്തിൽ ഉപദ്രവിച്ച സംഭവം ദുഃഖത്തോടുകൂടി മാത്രമേ എല്ലാ ഭക്തജനങ്ങൾക്കും ഓർക്കാൻ കഴിയൂ. അതിനൊരു കള്ളപ്രചാരണവും അഴിച്ചുവിട്ടു. അവിടെ വിവേചനമുണ്ട്, അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന്. പക്ഷേ നമുക്കെല്ലാവർക്കും നന്നായി അറിയും, ഓരോ വർഷവും അനേക ലക്ഷം അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളുമാണ് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വിധിപ്രകാരം വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടുമെടുത്ത് വിധിപ്രകാരമുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നിർവഹിച്ച് അവിടെ എത്തിച്ചേരുന്നത്. ആകെ 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള യുവതിമാർ മാത്രം അവിടെ വരാറില്ല. അത് നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും സഹോദരിമാരും
ഒരുമിച്ച് കൈക്കൊണ്ട തീരുമാനമാണ്. അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയമായ കാരണമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും യുവതിമാർ, 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള സഹോദരിമാർ അവിടെ വരാറില്ല. 10 വയസ്സിന് താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ദർശനത്തിന് വേണ്ടിയിട്ട് 10,000-കണക്കിന് എല്ലാ വർഷവും വരും. 50 വയസ്സിന് മുകളിലുള്ള അമ്മമാരും സഹോദരിമാരും അവിടെ അനേക ലക്ഷം പേര് എല്ലാ വർഷവും എത്തിച്ചേരും. യുവതിമാർ മാത്രമേ വരാതുള്ളൂ. ആരും വിലക്ക് ഏർപ്പെടുത്തിയിട്ടല്ല. അത് കേരളത്തിലെ നമ്മുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും തീരുമാനമാണ്. അതിന് ശാസ്ത്രീയമായ കാരണമുണ്ട്. ആ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാ പേർക്കും അറിയുമായിരുന്നു. പക്ഷേ പിന്നീട് ആ കാരണം എന്താണ് എന്നുള്ളത് മറന്നുപോയി. എങ്കിലും യുവതിമാരവിടെ വരികയില്ല എന്നുള്ളത് അന്ന് തൊട്ട് ഇന്നോളം ഏറ്റവും പ്രധാനപ്പെട്ടതായ ആചാര അനുഷ്ഠാനമായിട്ട് നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾ, അമ്മമാർ, സഹോദരിമാർ പരിപാലിച്ചു പോരുന്നു. അവിടെ യുവതിമാരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ക്രൂരമായ രീതിയിലെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി അതിനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ, സംഘടിതമായി നടന്നപ്പോൾ, അതിനെതിരെ നാമമന്ത്ര ഘോഷയാത്രകൾ കേരളത്തിൽ എമ്പാടും സംഘടിപ്പിച്ചത് ലക്ഷക്കണക്കിന് സഹോദരിമാരും അമ്മമാരുമാണ്. എന്ന് മാത്രമല്ല, ഒരു സന്ധ്യാസമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ നിലവിളക്കുകളും പിടിച്ച് ഒരുമിച്ച് ഒരു വലിയ ഹാരം പോലെ, അയ്യപ്പസ്വാമിക്ക് ചാർത്തിക്കുവാനുള്ള നിലവിളക്കുകളുടെ ഹാരം പോലെ അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരക്കുകയും ചെയ്തു. ഇതൊന്നും ആരുടെയും നിർബന്ധം കൊണ്ടല്ല, നമ്മുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും അയ്യപ്പനിലുള്ള നിഷ്ഠ കൊണ്ടാണ്. എന്താണ് അതിലെ കാരണം? അത് നാം എല്ലാവരും അറിയേണ്ടതുണ്ട്. അതാണ് ഈ അവസരത്തിൽ വിശദീകരിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ ഹിന്ദു വിശ്വ എന്നുള്ള മാസികയിൽ, നവംബർ മാസത്തിലെ ലക്കത്തിൽ ഇക്കാര്യം ചുരുക്കത്തിലാണെങ്കിലും എന്നാൽ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ അദ്ദേഹം കാണിച്ചു തന്നതായിട്ടുള്ള ഇതിൻ്റെ പിന്നിലുള്ള തത്വം അതാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. സ്വാമി തൃപാദങ്ങൾ ശരീരത്തോടുകൂടി ഇരുന്നപ്പോഴല്ല ഈ കോലാഹലങ്ങളെല്ലാം ഇവിടെ അരങ്ങേറിയത്. എങ്കിൽ അദ്ദേഹം നേരിട്ട് രംഗത്ത് വരുമായിരുന്നു, കാരണം വ്യക്തമായിട്ട് പറയുമായിരുന്നു, കോലാഹലങ്ങളെ തടയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മഹാസമാധിക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്താണ് കാരണമെന്നറിയാൻ ആ ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ടും അയ്യപ്പസ്വാമിയെ സ്മരിച്ചുകൊണ്ടും അദ്ദേഹം പണ്ട് പഠിപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ അടുക്കി നോക്കിയപ്പോൾ വളരെ വ്യക്തമായിട്ടത് തെളിഞ്ഞു കിട്ടി. അതാണ്, ആ കാരണമാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മാസികയായ ഹിന്ദു വിശ്വയിലെ നവംബർ ലക്കത്തിൽ എഴുതിയത്. അതാണ് ഇപ്പോൾ കേൾപ്പിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വിപുലമായ വിഷയമാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ കേൾപ്പിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു വിശ്വ നവംബർ ലക്കം എടുത്ത് വായിക്കുക. എന്ന് മാത്രമല്ല, അധ്യാത്മ ശബരീശ്വരം എന്ന പേരിൽ ഒരു പുസ്തകം ഇപ്പോൾ അച്ചടിയിലാണ്. അത് ഉടനെ തന്നെ പുറത്തു വരും. ഈ ജനുവരി മാസം തന്നെ പുറത്തു വരും. അതിനകത്ത് അതെല്ലാം വളരെ വിശദമായി വർണ്ണിച്ചിട്ടുമുണ്ട്. അത് എല്ലാവരും നോക്കണം, വായിക്കണം എന്നും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, വലുതും ചെറുതുമായിട്ട്. ഈ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാതത്വം എല്ലാവർക്കും അറിയും. അതുമായി ബന്ധപ്പെട്ടതാണ് അവിടെ യുവതിമാർ ശബരിമലയിൽ വരാത്തതിന് കാരണവും. ആദ്യമേ തന്നെ അതിൻ്റെ ഹൃദയതത്വം 2-3 വാക്യങ്ങളിലായിട്ട് പറഞ്ഞു വെക്കാം. ഇവിടെ ശബരിമലയിലെ പൂജാക്രമത്തിന്, അവിടുത്തെ പ്രതിഷ്ഠാക്രമത്തിന്, അനുഷ്ഠാനക്രമത്തിന് മറ്റ് എല്ലാ ക്ഷേത്രങ്ങളുടെയും
അനുഷ്ഠാനക്രമങ്ങളിൽ നിന്ന്, ഘടനാക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും അവിടുത്തെ ക്ഷേത്രഘടനയും പൂജാദികളും അനുഷ്ഠാനങ്ങളും എല്ലാം സ്ഥിതിക്രമത്തിലാണ്. ഇവിടെയാകട്ടെ അത് ലയക്രമത്തിലാണ്. ഇതാണ് വ്യത്യാസം. ആ വ്യത്യാസം മൂലമാണ് അവിടെ 18 പടികളെല്ലാം വന്നു ചേരുന്നത്. ലോകത്തിൽ ലക്ഷക്കണക്കിന് അമ്പലങ്ങളുണ്ട്, അവിടെങ്ങും 18 പടികളില്ല. ഈ സവിശേഷമായ 18 പടികൾ അവിടെ വരുന്നത് ഇതുകൊണ്ടാണ്. 25 തത്വങ്ങളെയാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്ത്രശാസ്ത്ര വിധിപ്രകാരം. ആ 25 തത്വങ്ങളിലെ 18 തത്വങ്ങളാണ് ആ 18 പടികൾ. അതിനു മുകളിൽ നാം ഭഗവാന്റെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും ശ്രീകോവിലിൻ്റെ മുന്നിൽ സോപാനമുണ്ട്. ശ്രീകോവിലിന് മുന്നിലുള്ളതായ പടിക്കെട്ടിനാണ് സോപാനം എന്ന് പറയുക. 5 പടികളും പിന്നെ 6-ാമത്തെ പടിയും. 18, 6, 24 ഇത്രയും പ്രകൃതി തത്വങ്ങൾ. ആ 6-ാമത്തെ പടി ശ്രീകോവിലിനുള്ളിലേക്ക്, ശ്രീകോവിലിൻ്റെ അകത്തളമായിട്ട് വ്യാപിച്ചു പോകുന്നു. ഇതിൽ 19-ാമത്തെ പടിയാണ് ആ സോപാനത്തിലെ ഏറ്റവും താഴത്തെ പടി. അതിലേക്ക് ഭക്തജനങ്ങൾ ആരും കയറാൻ പാടില്ല. അതിന് ഇപ്പുറം നിന്ന് അയ്യപ്പസ്വാമിയെ കാണണം. അയ്യപ്പസ്വാമി 25-ാമത്തെ തത്വം, അതാണ് പരമാത്മതത്വം. ഈ ലോകത്തിൽ നാം അനന്തകോടി പദാർത്ഥങ്ങളെ കാണുന്നു. ആ പദാർത്ഥങ്ങൾ എല്ലാം നമുക്ക് പൂർണ്ണമായും എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും എന്ന് അന്വേഷിച്ചവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ. അവർ ആ ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ, അധ്യാത്മ സാധനയിലൂടെ അത് കണ്ടെത്തി. കപില മഹർഷി സാഖ്യദർശനത്തിൽ അത് നമ്മോട് പറയും. 25 തത്വങ്ങളാണ് ആകെയുള്ളത്. അനന്തകോടി പദാർത്ഥങ്ങളുണ്ട്, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ജീവരാശിയുടെ എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റൂല, ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെ എണ്ണവും തിട്ടപ്പെടുത്താൻ പറ്റൂല. പക്ഷെ ഇതെല്ലാം 25 തത്വങ്ങളിൽ ഒതുങ്ങും. ഒരു പുരുഷ തത്വവും അഥവാ ആത്മതത്വവും 24 പ്രകൃതി തത്വങ്ങൾ. അത് വളരെ വിശദമായിട്ട് അദ്ദേഹം സാഖ്യ കാരികയിൽ, സാഖ്യസൂത്രങ്ങളിൽ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. അദ്വൈതം ഉൾപ്പെടെയുള്ള സർവ്വ ദർശനങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ കണക്ക്, അതിൻ്റെ ഘടന അംഗീകരിച്ചിരിക്കുന്നത് കപില മഹർഷിയുടെ സാഖ്യ ദർശനത്തെ ആസ്പദമാക്കി 25 തത്വങ്ങളായിട്ടാണ്.